DCC പ്രസിഡന്റുമാരുടെ വിഷയത്തിൽ എ ഗ്രൂപ്പിന് അതൃപ്തി എ ഗ്രൂപ്പ് പ്രതിനിധിയായി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഹൈക്കമാൻഡിലേക്ക് പരാതിയുമായി പോകുന്നു എന്ന ഏറ്റവും പുതിയ വിവരങ്ങളുമായി സജേഷ് ചേരുന്നു. സജേഷ്, എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ടത്? കഴിഞ്ഞ ദിവസം ഉമ്മൻചാണ്ടിയും പുനഃസംഘടനയിലെ വിഷയങ്ങളൊക്കെ ഉയർത്തിക്കാട്ടി അതൃപ്തി പരസ്യമായി പോലും പ്രകടിപ്പിച്ചതാണ്. ഈ സാഹചര്യത്തിൽ കൂടി അജിംഷാദ് നേരിട്ട് എ ഗ്രൂപ്പ് പരാതി അറിയിക്കുകയാണ് ഹൈക്കമാൻഡിനെ. തിരുവഞ്ചൂർ രാധാകൃഷ്ണനും കെ.സി. ജോസഫും എ ഗ്രൂപ്പിന്റെ പ്രതിനിധികളായി ഡൽഹിയിലുണ്ട്. കേരളത്തിന്റെ ചുമതലയുള്ള ACC ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നിക്കിനെ ഇന്ന് തന്നെ നേരിൽ കണ്ട് പരാതി അറിയിക്കാനാണ് ഇവരുടെ തീരുമാനം. 4 ജില്ലകൾ മാത്രമാണ് എ ഗ്രൂപ്പിനുണ്ടായിരുന്നത്. എ ഗ്രൂപ്പിന്റെ ഉണ്ടായിരുന്ന കൊല്ലം, തൃശൂർ, ഇടുക്കി ജില്ലകളിൽ എ ഗ്രൂപ്പിന് നഷ്ടപ്പെട്ടു. 8 ജില്ലകളുണ്ടായിരുന്നതിൽ 4 ജില്ലകൾ മാത്രമാണ് ഇപ്പോൾ എ ഗ്രൂപ്പിനുള്ളത്. അതോടൊപ്പം തന്നെ ഗ്രൂപ്പിന്റെ പേരുകൾ നിർദ്ദേശിച്ച് മുൻഗണനാക്രമത്തിൽ ഗ്രൂപ്പ് നിർദ്ദേശിച്ച പേരുകൾക്കല്ല ഹൈക്കമാൻഡ് അംഗീകാരം നൽകിയിട്ടുള്ളത്. ഗ്രൂപ്പ് നിർദ്ദേശിച്ച പേരിൽ തന്നെ 3-ാമതോ 4-ാമതോ ഒക്കെ ഉള്ള പേരുകൾക്കാണ് ഹൈക്കമാൻഡ് അംഗീകാരം നൽകിയിട്ടുള്ളത്. ഇക്കാര്യത്തിലുള്ള അതൃപ്തി ഹൈക്കമാൻഡിനെ നേരിട്ട് അറിയിക്കാനാണ് ജോസഫും തിരുവഞ്ചൂരും ഡൽഹിയിൽ എത്തിയിട്ടുള്ളത്. ഇന്ന് ഉച്ചയ്ക്ക് മുകുൾ വാസ്നിക്കിനെ ഇരുവരും കാണും. അതായത് സജേഷ്, ഏറെ നാളായുള്ള പരിഭവവും പരാതിയും ഒരുപക്ഷെ ഒരു വലിയ പൊട്ടിത്തെറിയിലേക്ക് നീങ്ങുന്നു എന്നതിന്റെ സൂചനയാണോ ഇത്? നോക്കൂ, സുധീരൻ KPCC പ്രസിഡന്റ് ആയതിനു ശേഷം നമുക്കറിയാം ബാർക്കോഴയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ബാർ നിരോധനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അടക്കം സുധീരനെടുത്ത തീരുമാനങ്ങൾ, അവിടെ മുതൽ തുടങ്ങുന്ന പ്രശ്നങ്ങളുടെ ഏറ്റവും ഒടുവിലത്തെ ഒന്നാണിത്. ഒരുപക്ഷെ കഴിഞ്ഞ ദിവസം ഉമ്മൻചാണ്ടിയും ഇതേ സംബന്ധിച്ച് സൂചിപ്പിക്കുകയും ചെയ്തു. അതൃപ്തി ഉണ്ട് എന്നത് മാധ്യമങ്ങളോട് പറയുന്നില്ല, പക്ഷേ അത് ഞാൻ പാർട്ടി ഫോറങ്ങളിൽ അറിയിക്കുമെന്ന്. ഒരുപക്ഷെ അതൃപ്തി ഇല്ല എന്നല്ല പറഞ്ഞത്. ഈ അർത്ഥത്തിൽ പോലും പരസ്യമായി ഉമ്മൻചാണ്ടി അടക്കമുള്ളവർ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. ഒരുപക്ഷെ നീക്കം സുധീരനെതിരെയാണ്. അജിംഷാദ്, ഇക്കാര്യത്തിൽ കോൺഗ്രസിൽ ഏറ്റവും സംഘടനാ ബലമുള്ള എ ഗ്രൂപ്പിന്റെയും ഉമ്മൻചാണ്ടിയുടെയും ചിറകരിയുന്ന തരത്തിലാണ് ഈ പുനഃസംഘടന നടന്നത്. DCC പ്രസിഡന്റുമാരുടെ തെരഞ്ഞെടുപ്പിൽ അപ്രതീക്ഷിത തിരിച്ചടിയാണ് എ ഗ്രൂപ്പിനുണ്ടായത്. PC വിഷ്ണുനാഥിനെയും ഡീൻ കുര്യാക്കോസിനെയും പോലുള്ള എ ഗ്രൂപ്പ് വളരെ ശക്തമായി ആവശ്യപ്പെട്ടിട്ടുള്ള ആളുകൾക്കൊന്നും DCC അധ്യക്ഷ പദവി കിട്ടിയില്ല. കാസർഗോഡ് ഹക്കീമിന്റെ പേര് എ ഗ്രൂപ്പ് ആവശ്യപ്പെട്ടതല്ല, അല്ലാതെ തന്നെ ഹൈക്കമാൻഡ് നൽകുകയായിരുന്നു. ആ രീതിയിലാണ് 4 ജില്ലകളെങ്കിലും എ ഗ്രൂപ്പിന് കിട്ടിയിട്ടുള്ളത്. ഇക്കാര്യത്തിൽ കടുത്ത അതൃപ്തി എ ഗ്രൂപ്പിനുണ്ട്. അത് ആദ്യഘട്ടത്തിൽ പരസ്യമായി പറയേണ്ടത് നിശ്ചയിച്ചിരുന്നെങ്കിലും പിന്നീട് ഉമ്മൻചാണ്ടി തന്നെ അത് പരസ്യമായി പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വന്നു. ഇപ്പോൾ ഹൈക്കമാൻഡിനെ കണ്ട് എതിർപ്പ് അറിയിക്കുന്നു. KPCC സംഘടിപ്പിക്കുന്ന പരിപാടികളിൽ നിന്ന് വിട്ടുനിൽക്കുന്നതിനുള്ള ആലോചനയും എ ഗ്രൂപ്പില് ഉണ്ട്. ഈ അതൃപ്തി നേരിട്ട് ഹൈക്കമാൻഡിനെ അറിയിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ തിരുവഞ്ചൂരിന്റെയും കെ.സി. ജോസഫിന്റെയും ദില്ലി യാത്രയുടെ ലക്ഷ്യം. ഉച്ചയ്ക്ക് തന്നെ മുകുൾ വാസ്നിക്കിനെ കണ്ട് അതൃപ്തി അറിയിക്കും. എ ഗ്രൂപ്പിന് വളരെ പ്രധാനപ്പെട്ട ജില്ലകളാണ് നഷ്ടപ്പെട്ടത്. കൊല്ലം, തൃശൂർ, ഇടുക്കി തുടങ്ങിയ ജില്ലകൾക്ക് വേണ്ടി ശക്തമായ വാദം തന്നെ എ ഗ്രൂപ്പ് ഉന്നയിച്ചിരുന്നു. എന്നാൽ ഈ 3 ജില്ലകളും എ ഗ്രൂപ്പിന് നഷ്ടപ്പെടുന്ന സ്ഥിതിയുണ്ടായി. ഐ ഗ്രൂപ്പും സുധീരനും വലിയ നേട്ടം ഉണ്ടായപ്പോഴാണ് എ ഗ്രൂപ്പിന് കനത്ത തിരിച്ചടി ഉണ്ടായത്. 2 ജില്ലകൾ സുധീരൻ നിർദ്ദേശിച്ചവർക്കാണ് കിട്ടിയത്. 8 ജില്ലകൾ ഐ ഗ്രൂപ്പിനുണ്ട്. ആ ഘട്ടത്തിലാണ് 4 ജില്ലകളിലേക്ക് എ ഗ്രൂപ്പിന് ഒതുങ്ങേണ്ടി വന്നത്. അതോടൊപ്പം തന്നെ ഗ്രൂപ്പ് നേതാക്കൾ നിശ്ചയിച്ച പേരുകൾ മുൻഗണനാക്രമം അനുസരിച്ച് നിശ്ചയിച്ച പേരുകൾക്കല്ല ഹൈക്കമാൻഡ് പ്രാധാന്യം നൽകിയതും ഇക്കാര്യം ആണ് ഹൈക്കമാൻഡ് ഇന്ന് ചൂണ്ടിക്കാണിക്കുക. അതായത് സജേഷ്, ഒരു കാര്യം കൂടി, അതായത് KPCC സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ നിന്ന് പോലും വിട്ടുനിൽക്കുന്ന തരത്തിലേക്ക് കടുത്ത തീരുമാനങ്ങളിലേക്കാണ് പോകുന്നത്. അതൊരു പക്ഷേ അത്തരത്തിലുള്ള തീരുമാനങ്ങൾ പ്രതിഷേധങ്ങളായി രൂപം കൊണ്ടിട്ടുണ്ട്. ആ നടപടികളിലേക്ക് പോകുമെന്ന കാര്യം ഹൈക്കമാൻഡിനെ അറിയിക്കുമോ ഇന്ന് തിരുവഞ്ചൂർ? അജിംഷാദ്, ഇക്കാര്യത്തിൽ എ ഗ്രൂപ്പ് കടുത്ത നിരാശയിലാണ്. DCC പുനഃസംഘടനയിൽ തീർത്തും ചിറകരിയപ്പെട്ടതിന്റെ നിരാശ എ ഗ്രൂപ്പിനുണ്ട്. അതുകൊണ്ട് തന്നെ പരിപാടികളിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് പോലുള്ള കാര്യങ്ങൾ എ ഗ്രൂപ്പിനകത്ത് ആലോചിക്കുന്നു. എന്നാൽ പരിപാടികളിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നത് ഹൈക്കമാൻഡിനെ അറിയിച്ചേക്കില്ല. മറിച്ച് എ ഗ്രൂപ്പിന്റെ പരാതികളാണ് ഹൈക്കമാൻഡിനെ അറിയിക്കുക. അത് പ്രധാനപ്പെട്ട ജില്ലകൾ നഷ്ടപ്പെട്ടു. മുൻഗണനാക്രമം അനുസരിച്ചുള്ള ഗ്രൂപ്പ് നൽകിയിട്ടുള്ള പേരുകൾക്ക് പ്രാധാന്യം ലഭിച്ചില്ല. ഈ 2 കാര്യങ്ങളിലുള്ള അതൃപ്തിയാണ് ഹൈക്കമാൻഡിനെ അറിയിക്കുക. എന്നാൽ ഏതെങ്കിലും തരത്തിൽ ഇക്കാര്യത്തിലൊരു മാറ്റം വരുത്താൻ ഹൈക്കമാൻഡ് തയ്യാറാകാൻ സാധ്യതയില്ല. ശരി സജേഷാണ് സമഗ്രമായ വിവരങ്ങൾ നൽകിയത്. KPCCയുടെ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് DCC പ്രസിഡന്റുമാർ നിയോഗിച്ചതടക്കമുള്ള വിഷയങ്ങളിൽ വലിയ അതൃപ്തിയാണ് എ ഗ്രൂപ്പിനുള്ളത്. കഴിഞ്ഞ ദിവസം ഉമ്മൻചാണ്ടി അത് പരസ്യമായി പറയുകയും ചെയ്തു. ഇന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണനും കെ.സി. ജോസഫും ഹൈക്കമാൻഡിനെ കാണും. ഇതിൻ്റെ വിവരങ്ങൾ കൂടിയാണ് സജേഷ് നൽകിയത്.